ഫ്രാൻസിലെ ആഭിചാര ക്രിയയുടെ ശൃംഖലയുടെ റാണിയായിരുന്നു ലവോയിസിൻ. 1640 ഫ്രാൻസിലാണ് ലവോയിസിൻ ജനിക്കുന്നത്. കുട്ടിക്കാലത്ത് തന്നെ ഭാവി പ്രവചനം, മറ്റ് ആഭിചാര കലകൾ അവൾ അവളുടെ അമ്മയിൽ നിന്ന് സ്വായത്തമാക്കി. അങ്ങനെ ആഭിചാര കലയുടെ റാണിയായി തന്നെ അവൾ മാറി. സ്വാർത്ഥ താല്പര്യങ്ങൾക്കും പരപീഡനത്തിനും ഗർഭചിത്രത്തിനുമായി ജനങ്ങൾ അവളെ സമീപിച്ചു. മന്ത്രതന്ത്രങ്ങളുടെ ഉപാസകയായിരുന്നതിനാൽ അവളെ നേരിടാൻ എല്ലാവർക്കും തന്നെ ഭയമായിരുന്നു. തെരുവീഥികളിലൂടെ അവൾ നടന്നു വരുമ്പോൾ അവളുടെ കണ്ണേറേൽക്കാതിരിക്കാൻ ആളുകൾ ഓടി ഒളിച്ചു. കുട്ടിക്കാലം മുതൽ ആഭിചാരക്രിയകൾ സ്വായത്തമാക്കിയിരുന്നെങ്കിലും പൂർണ്ണമായി ആ ഒരു മേഖലയിലേക്ക് അവൾ തിരിയുന്നത് അവളുടെ വിവാഹശേഷമാണ്. അതിന് വഴിയൊരുക്കിയതാകട്ടെ അവളുടെ ഭർത്താവിൻ്റെ ബിസിനസ് തകർച്ചയും. പാരീസിലെ പട്ടുസാരിയുടെയും ജ്വല്ലറിയുടെയും വ്യാപാരം നടത്തിയിരുന്ന ആൻറ്റോൻ മോൺവോയ്സിനെയാണ് അവൾ വിവാഹം കഴിക്കുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ ബിസിനസ് തകർച്ച അവളുടെ ആഡംബര ജീവിതത്തെ ബാധിച്ചപ്പോൾ അവർ കൈരേഖാശാസ്ത്രം, ഭാവി പ്രവചനം എന്നിവയിലൂടെ പണം സമ്പാദിക്കാൻ തുടങ്ങി. എന്നാൽ അവൾക്ക് ലഭിച്ചിരുന്ന പണത്തിലൊന്നും അവൾക്ക് സംതൃപ്തി കണ്ടെത്താനായില്ല. അതിനാൽ വശീകരണത്തിലുള്ള തൈലങ്ങളും ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയുള്ള ചൂർണങ്ങളും തയ്യാറാക്കി അവൾ വിപണനം നടത്തി. സൗന്ദര്യവർദ്ധന മരുന്നുകൾക്കും ഗർഭമലസിപ്പിക്കാനുള്ള മരുന്നുകൾക്കും ആവശ്യക്കാരേറി. അത് വാങ്ങാനായി ഒളിഞ്ഞും തെളിഞ്ഞും പല സ്ത്രീകളും ലവോയിസിനെ സമീപിച്ചു. പണം അങ്ങനെ കുമിഞ്ഞുകൂടി വന്നെങ്കിലും പണത്തോടുള്ള അവളുടെ അത്യാർത്തിക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അതിനാൽ ആഭിചാര ക്രിയകൾ അവൾ കൂടുതലായി അഭ്യസിച്ചു. 1660കളുടെ അവസാനം മുതൽ ലവോയിസിൻ ഒരു ധനികയും പ്രശസ്തയുമായി മാറി. അക്കാലത്തെ പ്രഭുക്കന്മാർ പോലും ലവോയിസിയുടെ ക്ലയന്റുകളായി ഉണ്ടായിരുന്നു. അവളുടെ കർമ്മ മേഖലയിൽ അവൾക്കുണ്ടായിരുന്ന ഒരേ ഒരു എതിരാളി മേരി ബോസ് ആയിരുന്നു. അവരുമായി നിരവധി സംഘർഷങ്ങളിൽ ലവോയിസിൻ ഏർപ്പെട്ടു. നിയമവിരുദ്ധ ഗർഭചിത്രങ്ങൾ നടത്തിയിരുന്ന ലവോയിസിൻ ഗർഭാവസ്ഥയിൽ വൈകി ഗർഭചിത്രം നടത്തിയ ഭ്രൂണങ്ങളെ അവളുടെ വീട്ടിലെ ചൂളയിൽ കത്തിച്ച് അവളുടെ പൂന്തോട്ടത്തിൽ കുഴിച്ചിടാറുണ്ടെന്ന് മേരി ബോസ് അവകാശപ്പെട്ടു. മനുഷ്യരുടെ അനന്തമായ ആഗ്രഹങ്ങളായിരുന്നു അവളുടെ തുറുപ്പുചീട്ട്. പണം സമ്പാദിക്കുക, ഇഷ്ടപ്പെട്ടയാളെ വശീകരിക്കുക, ഗർഭചിത്രം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരെയെങ്കിലും കൊല ചെയ്യുക തുടങ്ങി ഒട്ടനവധി. മനുഷ്യന്റെ ഇത്തരം പൈശാചിക ആഗ്രഹങ്ങൾ പോലും ദൈവത്തിന്റെ തിരുവിഷ്ടമായി അവൾ ക്ലയന്റുകളെ ധരിപ്പിച്ചു. തുടക്കത്തിൽ കാര്യസാധനത്തിനായി ഏതെങ്കിലും വിശുദ്ധന്റെ പള്ളി സന്ദർശിക്കുക എന്നതായിരുന്നു നിർദ്ദേശം. പിന്നീട് പതിയെ പതിയെ ആഭിചാര ക്രിയകളിലേക്ക് അവരെ വശീകരിക്കുന്നു. അതിനനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അവൾ കുറേയധികം പണം ചെലവാക്കി. അവളകളുടെ അസ്ഥികൾ കൊണ്ടും മനുഷ്യരക്തം കൊണ്ടും മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊണ്ടും അവൾ അലങ്കാരം നടത്തി. ആഭിചാര ക്രിയകളുടെ ആദ്യഘട്ടത്തിൽ കാര്യസാധനം നടക്കാതെ വരുമ്പോൾ പിന്നീട് അതിചെലവേറിയതും അതിനികൃഷ്ടവുമായ തലങ്ങളിലേക്ക് അവൾ ക്ലയന്റുകളെ ആകർഷിച്ചു. നഗ്നമായ സ്ത്രീ ശരീരത്തെ ബലിപീഠമാക്കി ഒരു നവജാത ശിശുവിന്റെ രക്തം സാത്താന് നേദിച്ച് അവൾ സാത്താനെ പ്രീതിപ്പെടുത്താനായി കറുത്ത കുർബാന അർപ്പിച്ചു. മാരകമായ വിഷയങ്ങൾ വിപണനം നടത്തിയ അവൾ ഏകദേശം 1000ഓളം ആളുകളെ കൊല ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് 2500ഓളം പേർക്ക് മുകളിൽ വരുമെന്നാണ് മറ്റൊരു വാദം. ലവോയിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലയന്റുകളിൽ ഒരാളായിരുന്നു ഫ്രാൻസിലെ ലൂയി 14 രാജാവിന്റെ ഔദ്യോഗിക രാജകീയ കാമുകിയായ മാഡം ഡി മോണ്ടസ്പാൻ. 1667 മൊണ്ടസ്പാൻ കറുത്ത കുർബാന ക്രമീകരിക്കാൻ ലവോയിസിനെ നിയോഗിച്ചു. രാജാവിന്റെ സ്നേഹം നേടാൻ വേണ്ടിയായിരുന്നു അത്. 1673 മൊണ്ടസ്പാനോടുള്ള രാജാവിന്റെ താല്പര്യം കുറഞ്ഞു വന്നതോടെ വീണ്ടും അവൾ കറുത്ത കുർബാനയ്ക്ക് നേതൃത്വം നൽകി. അത്തവണ അവൾ തന്നെ ഒരു നഗ്നമായ ബലിപീഠമായി പ്രവർത്തിച്ചു. ആദ്യകാലങ്ങളിൽ ലവോയിസിന്റെ ആഭിചാര പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടിരുന്ന കഥകളൊന്നും ലൂയി 14 വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ തന്റെ രാജ്യസഭാംഗങ്ങളും മന്ത്രിമാരും ലവോയിസിന്റെ വീട്ടിലെ നിത്യസന്ദർശകരാണെന്ന് പോലീസ് മേധാവിയായ നിക്കോളാസ് രാജാവിനെ അറിയിച്ചപ്പോൾ അത് മുഖവിലക്കെടുക്കാതിരിക്കാൻ രാജാവിന് സാധിച്ചില്ല. രാജാവ് അവൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. പോലീസ് അവളുടെ വീട് റെയ്ഡ് ചെയ്തു. വിവിധ തരത്തിലുള്ള വിഷവസ്തുക്കൾ, ചില ഉന്നതന്മാരുടെ മെഴുകുരൂപങ്ങളും കറുത്ത മെഴുകുതിരികളും നശിപ്പിക്കപ്പെടേണ്ടവരുടെ സൂചി തറച്ച പ്രതിമകളും കണ്ടെടുത്തു. ലവോയിസിനെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണെന്ന് രാജാവിന് മനസ്സിലായി. ദുർമന്ത്രവാദിനികൾക്ക് നൽകുന്ന പരമ്പരാഗത ശിക്ഷ ലവോയിസിന് വിധിക്കാൻ രാജാവിന് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. മരത്തൂണിൽ ബന്ധിച്ച് അവളെ ജീവനോടെ കത്തിക്കാൻ രാജാവ് ഉത്തരവിട്ടു. 1680 ഫെബ്രുവരി 22 അവളുടെ 46ാമത്തെ വയസ്സിൽ ആ വിധി നടപ്പാക്കപ്പെടുകയും ചെയ്തു.